മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്രത്തിന് താക്കീതുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് സമയത്ത് വേഗത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നത് സംശയകരമാണ്. തെരഞ്ഞെടുപ്പല്ല, തമിഴ്നാട് ജനങ്ങളുടെ ആത്മാഭിമാനമാണ് DMKക്ക് പ്രധാനം. നിർബന്ധപൂർവ്വം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനം സ്തംഭിപ്പിക്കുമെന്നും സ്റ്റാലിൻ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. அவசரமா டீலிமிட்டேஷன் பண்ண நினைக்கிறது பாஜக அரசோட அப்பட்டமான ஜனநாயக விரோத செயல். இன்னும் சொன்னால் மாநில உரிமைகளை படுகொலை பண்ணியிருக்காங்க. இந்த டீலிமிட்டேஷனை எப்படி பண்ண போகிறாங்கன்னு தெரியல. அந்த சட்ட திருத்தம் என்ன என்பது பற்றி இதுவரை எந்த விளக்கத்தையும் கொடுக்காமல் இருக்காங்க. மாண்புமிகு பிரதமர் மோடி அவர்களே, மீண்டும் சொல்கிறேன், இது தமிழ்நாட்டிலிருந்து உங்களை நோக்கி விடுக்கப்படக்கூடிய இறுதி எச்சரிக்கை. தமிழ்நாடு போராடும், தமிழ்நாடு வெல்லும். തൗഫീഖ് അസ്ലം കൂടി ചേർന്നതിന്റെ വിശദാംശങ്ങളുമായി. തൗഫീഖ്, തമിഴ്നാടടക്കം വിമർശനം ഉന്നയിക്കുന്ന പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൂടെയാണ് ഇത്തരത്തിൽ ഒരു പാർലമെന്റ് യോഗം പ്രത്യേക പാർലമെന്റ് ചേരാനിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട്? വിനിഷ, മറ്റന്നാളാണ് ഈ വനിതാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പാർലമെന്റിൽ ആരംഭിക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ബില്ലുകളുടെ ഡ്രാഫ്റ്റ് ബില്ലുകളുടെ പകർപ്പ് എംപിമാർക്ക് നൽകിയിരിക്കുന്നത്. ആ ബില്ലിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലുള്ള 543 സീറ്റിൽ നിന്നും 850 സീറ്റുകളായിട്ട് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉയരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രതിപക്ഷ എംപിമാർ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു. കാരണം നിലവിലുള്ള സീറ്റുകളിൽ, അതായത് 543 സീറ്റുകളിൽ തന്നെ ഈ വനിതാ സംവരണം നടപ്പിലാക്കിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു പ്രതിപക്ഷ എംപിമാർ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നത്. എന്നാൽ അതിലൊരു മറുപടി ഉണ്ടായിരുന്നില്ല. പകരം ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. 850 സീറ്റുകളായിട്ട് ഉയരും. അതിൽ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം 815, അതോടൊപ്പം തന്നെ കേന്ദ്രപ്രദേശങ്ങളിൽ സീറ്റുകളുടെ എണ്ണം 35 ആയിരിക്കും. അങ്ങനെ 850 സീറ്റുകളായിട്ടായിരിക്കും ഇതിപ്പോൾ ഉയരുക. ഇതിൽ മറ്റൊരു മാറ്റം വരേണ്ടിയിരിക്കുന്നത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. 3 ബില്ലുകളായിരിക്കും വരുന്ന ഈ 3 ദിവസത്തെ ചർച്ചയിൽ അവതരിപ്പിക്കുക. ഒന്ന് വനിതാ ഭേദഗതി ബില്ലായിരിക്കും സംവരണവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബില്ലുണ്ട്, മറ്റൊന്ന് കാശ്മീരിലെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില ബില്ലുകൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയും പ്രതിപക്ഷ എംപിമാർ ചില വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു ബില്ലുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത്. ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ സമയത്താണ്, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരമൊരു ബില്ല് തിരക്ക് പിടിച്ചു കൊണ്ടുവരികയും അത് ഈ സമയത്ത് പാസ്സാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബില്ലിനെ എതിർക്കില്ല. പകരം ഈ ബില്ലിൽ വരുത്തിയിരിക്കുന്നതിലെ ചട്ടങ്ങൾ, പുതിയ ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു എതിർപ്പ് അറിയിക്കാനായിട്ടാണ് പ്രതിപക്ഷ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രതിപക്ഷ എംപിമാരോടും 3 ദിവസം നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പാർട്ടികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ആ ചർച്ചയുടെ ഭാഗമാവും. ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ സഭക്കകത്ത് തന്നെ അറിയിക്കാനായിട്ടാണ് ഇപ്പോൾ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു സർവകക്ഷി യോഗം വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം. എന്നാൽ ആ സർവകക്ഷി യോഗത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നില്ല. പകരം 3 ദിവസത്തെ ഒരു പ്രത്യേക പാർലമെന്റ് സെക്ഷൻ വിളിച്ചുകൊണ്ട് ഈ ഒരു ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകുന്നത്. വിശദമായിട്ടുള്ള ചർച്ചയായിരിക്കും നടക്കുക. അതിൽ ഈ സൂചിപ്പിച്ചതുപോലെ ഡിലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ലോക്സഭാ സീറ്റുകളുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. ശരി, തൗഫീഖ് അസ്ലം.